എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നൃത്തത്തിൽ ഉപയോഗിക്കുന്ന ദൃഷ്ടിഭേദവും പാദഭേദവും. ഇനി നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ദൃഷ്ടിഭേദം എന്ന് പറഞ്ഞാൽ നമ്മൾ നൃത്തത്തിൽ ഉപയോഗിക്കുന്ന കണ്ണുകളുടെ ചലനങ്ങളാണ് ദൃഷ്ടിഭേദം. പാദഭേദം എന്ന് പറഞ്ഞാൽ പാദങ്ങളുടെ ചലനമാണ് പാദഭേദം. ഇതിനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, സമം എന്ന് വെച്ചാൽ നേരെ നോക്കുക. അടുത്തത് ആലോകിതം, അതായത് വട്ടത്തിൽ ചുറ്റുക. അടുത്തത് സാജി, ഒരു സൈഡിലേക്ക് നോക്കുക. പ്രാലോകിത, ഇരുവശങ്ങളിലേക്കും നോക്കുക. നിമീലിതേ, താഴേക്ക് നോക്കുക. ഉല്ലോകിത, മുകളിലേക്ക് നോക്കുക. അനുവൃത്തേജ, മുകളിലും താഴെയും മാറി മാറി നോക്കുക. തഥാശ്ചൈവ അവലോകിത, ദൂരെ താഴെ നോക്കുക. ഇത്രയും ചലനങ്ങളാണ് ഉള്ളത്. ഒന്നുകൂടെ കാണിച്ചു തരാം. സമം, ആലോകിതം, സാജി, പ്രാലോകിത, നിമീലിതേ, ഉല്ലോകിത, അനുവൃത്തേജ, തഥാശ്ചൈവ അവലോകിത. പാദഭേദം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മണ്ഡലോ ഉദ്ഭവന ഭ്രമരി പാദചാരിക, അതായത് മണ്ഡലം എന്ന് വെച്ചാൽ അരമണ്ഡലം. അടുത്തത് ഉത്പ്ലവനം, മുന്നിലേക്ക് ചാടുന്നത് ഉത്പ്ലവനം. ഭ്രമരി, വട്ടം ചുറ്റുന്നത്. പാദചാരിക, അതായത് മുന്നിലേക്ക് നടക്കുന്നത്. ചതുർത്ഥാം പാദഭേദം ലക്ഷണ ഉച്യത്തെ. ഇങ്ങനെയാണ് പാദഭേദം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ദൃഷ്ടിഭേദവും പാദഭേദവും. എല്ലാവരും നല്ലതുപോലെ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കണ്ട് പഠിക്കണം. ഓക്കെ.